ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വെണ്ടയ്ക്ക കൊണ്ടൊരു പൊരിയലാണ് ഉണ്ടാക്കുന്നത്. വെണ്ടയ്ക്ക ഒരു 30 വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: കറിവേപ്പില ഒരു തണ്ട്, കുറച്ച് കുഞ്ഞുള്ളി, സവാള ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുഞ്ഞുള്ളിയാണ് എടുക്കുന്നത്, 3 പച്ചമുളക് കീറിയത്, കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി. ഇത്രയാണ് ഈ വെണ്ടയ്ക്ക ഉപ്പേരിക്ക് ആവശ്യം. വെണ്ടയ്ക്ക ഉപ്പേരി അല്ലെങ്കിൽ വെണ്ടയ്ക്ക പൊരിയൽ. അതിനായി ആദ്യമായി നമുക്ക് ഒരു കട്ടിംഗ് ബോർഡ് എടുത്തത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക നമുക്ക് വളരെ ചെറിയ തിന്നായി കട്ട് ചെയ്യാം. ഇത് നല്ല ഇളം വെണ്ടയ്ക്കയാണ്, മൂത്തതല്ല. എല്ലാ വെണ്ടയ്ക്കയും നമുക്ക് ചെറുതായി തന്നെ കട്ട് ചെയ്യാം. ഇനി നമുക്കിത് പൊരിയലുണ്ടാക്കാം. അതിനായി ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ ചൂടാവട്ടെ. സ്റ്റൗ ചൂടാകുമ്പോൾ വെണ്ടയ്ക്ക പൊരിയലുണ്ടാക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കണം. അതിൽ എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിയ ശേഷം ഒരു തണ്ട് കറിവേപ്പില ഇടണം. അതോടൊപ്പം തന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും കൊടുക്കുക. നമുക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കുക. അതോടൊപ്പം എണ്ണയിലൊന്ന് മൂക്കട്ടെ. ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്യും. ചെറുതായി ഒന്ന് വെള്ളുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും മതി. എല്ലാം കൂടെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് മൊത്തത്തിലങ്ങ് വഴറ്റാം. നമുക്ക് തുറന്ന് വെച്ച് അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. വെളിച്ചെണ്ണയിൽ കിടന്നെല്ലാം ഒന്ന് മുക്കട്ടെ. മീഡിയം ഫ്ലെയിമാണ് വെച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ഇളക്കി കൊടുക്കും. വെണ്ടയ്ക്ക ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. വെണ്ടയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക ഉപ്പേരി റെഡി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബോളിലോട്ട് മാറ്റാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. വെണ്ടയ്ക്ക ഉപ്പേരി അഥവാ വെണ്ടയ്ക്ക പൊരിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. വെണ്ടയ്ക്ക ഉപ്പേരി അഥവാ വെണ്ടയ്ക്ക പൊരിയൽ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.